നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെരുമ്പ പെരിയാട്ടടുക്കത്ത് റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതി പ്രക്ഷോഭരംഗത്ത്. കളക്ടറേറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തി. 3 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. പെരുങ്കളിയാട്ട ഉത്സവ നിറവിൽ ആദൂർ. CPM മഞ്ചേശ്വരം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. പുതുതായി പാർട്ടിയിലെത്തിയവർക്ക് DCC ഓഫീസിൽ സ്വീകരണം. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ കോടതി 20ലേക്ക് മാറ്റി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സം പരിഹരിക്കണമെന്നാവശ്യം. നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ സത്യാഗ്രഹം ബുധനാഴ്ച. മധൂർ ലോക്കൽ കമ്മിറ്റി അംഗം CM ബഷീറിനെതിരെയുണ്ടായ ഭീഷണിയിൽ പ്രതിഷേധം. മധൂർ ലോക്കൽ കമ്മിറ്റി ഉളിയത്തിടുകയിൽ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ചെരുമ്പ പെരിയാട്ടടുക്കത്ത് റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. നെല്ലിക്കുന്ന് MLA സമരം ഉദ്ഘാടനം ചെയ്തു. NH66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെരുമ്പ റിഫായിയ മസ്ജിദിന് സമീപം വരുന്ന കോൺക്രീറ്റ് മതിൽ മൂലം റോഡിന് ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണെന്നാണ് NH66 ജനകീയ സമരസമിതി പറയുന്നത്. നടപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങലയടക്കമുള്ള സമരപരിപാടികൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2 വർഷക്കാലമായി ഇതിനെതിരെ ഇവർ സമരമുഖത്താണ്. ഇതുവരെയായും അനുകൂലമായി ഒരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. നെല്ലിക്കുന്ന് MLA നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഉദുമ മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഈ ചെരുമ്പയിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ചർച്ചിൽ പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. സമരത്തിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത അധ്യക്ഷത വഹിച്ചു. കല്ലട്ര മാഹിൻ ഹാജി, ഗംഗാധരൻ തച്ചങ്ങാട്, സാജിദ് മൗവൽ, O നാരായണൻ, സിദ്ദിഖ് പള്ളിപ്പുഴ, ഹക്കീം കുന്നിൽ, ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു. NH66 ജനകീയ സമരസമിതി കൺവീനറും ചെരുമ്പ ജമാഅത്ത് പള്ളി പ്രസിഡന്റും പള്ളിക്കര ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ KM ബഷീർ, ഊരുമൂപ്പൻ രാജൻ എന്നിവരാണ് നിരാഹാര സമരമിരുന്നത്. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം കടന്ന് ചെല്ലേണ്ട ഒരു സ്ഥലമാണത്. അതിന് സൗകര്യം ഈ സഞ്ചാരപാതയാണ് ഈ റോഡ് വരുന്ന റോഡ് നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ ഈ സമരത്തിലുള്ളത്. കഴിഞ്ഞ 2.5 വർഷമായി നമ്മൾ സമരം മുഖത്തുണ്ട്. ഒരുപാട് മനുഷ്യച്ചങ്ങല, അതുപോലെ ഒരുപാട് സമരമുറകൾ കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടം ഈ നിരാഹാര സമരത്തിൽ നമ്മളുള്ളത്. ഈ അവകാശം നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല. നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും മൊത്തത്തിൽ, അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇതിനു വേണ്ടി ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. വിഷയത്തിൽ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുന്നതിനായി തുടർ സമരമായി കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും നടപടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തെ NH പ്രൊജക്ട് റീജിയണൽ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 3 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പെരുങ്കളിയാട്ട ഉത്സവ നിറവിൽ ആദൂർ. 351 വർഷങ്ങൾക്ക് ശേഷം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് 19 മുതൽ തുടക്കമാകും. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ പ്രതിദിനം 1/2 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഗയ ബോവി സമുദായ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കായി ജാതിമത ഭേദമന്യേയുള്ള കമ്മിറ്റിയാണ് നേതൃത്വം വഹിക്കുന്നതെന്നും പെരുങ്കളിയാട്ടത്തിൽ 1 കുറവ് 40 തെയ്യങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി കെട്ടിയാടുകയെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 19 രാവിലെ ദീപവും തിരിയും എഴുന്നള്ളത്തും കൊടിമരം നാട്ടലും സരസ്വതി മണ്ഡപം ഉദ്ഘാടനവും തുടർന്ന് കൊടിയേറ്റം, കലവറ ഘോഷയാത്ര, ഗീതാ പാരായണം, 20 പുലർച്ചെ 2 വരെ വിവിധ തെയ്യങ്ങളുടെ ഉച്ചത്തോറ്റം, തുടങ്ങൽ എന്നിവയുമുണ്ടാകും. 19 സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് നൃത്തവും മെഗാ തിരുവാതിരയും വൈക്കം വിജയലക്ഷ്മിയുടെ മെഗാ ഗാനമേളയും നടക്കും. 20-ന് സാംസ്കാരിക സമ്മേളനം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ നടക്കും. 21-ന് സാംസ്കാരിക പരിപാടി കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 24-ന് രാവിലെ പുന്നക്കാൽ ഭഗവതിയുടെയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെയും IT ഭഗവതിയുടെയും തിരുമുടി ഉയരും. തിരുമുൽ പ്രസാദ വിതരണത്തിന് ശേഷം രാത്രി 11:50 പെരുങ്കളിയാട്ടത്തിന് കൊടിയിറങ്ങും. 27-28 തീയതികളിൽ കാസർഗോഡ് കടപ്പുറം ബബരിയ ദൈവസ്ഥാനത്ത് ബബരിയൻ മാണിച്ചി ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടുമെന്നും പെരുങ്കളിയാട്ട ഓർമ്മകൾ നിലനിർത്തുവാൻ തെയ്യം കെട്ടിനു ശേഷം കാവുകളുടെ സംരക്ഷണമെന്ന ആശയത്തിൽ നക്ഷത്ര വനവുമൊരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 350 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 3 ഭഗവതിമാരുടെ തിരുമുടി ഉയരുന്ന ആ ശുഭമുഹൂർത്തമാണ് വരച്ചു വക്കലിലൂടെ പ്രതിദാനം ചെയ്യുന്നത്. അത് ഈ നമ്മുടെ ഏത് ദേവതയാണോ നമ്മുടെ ആ സങ്കല്പ സ്വരൂപത്തിൽ കെട്ടിയാടുന്നത് അവരുടെ മംഗല്യമായാണ് നമ്മുടെ അതിനെ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ മംഗല്യ കുഞ്ഞുങ്ങളുടെ എഴുന്നള്ളത്ത്, ഏറെ വിശിഷ്യമുള്ള കലശം എഴുന്നള്ളത്ത്, അടൂർ പതിക്കാൽ ഭഗവതി ക്ഷേത്ര പരിധിയിലുള്ള തറവാട്ടങ്ങളുടെ കലശം എഴുന്നള്ളത്ത്, അതുപോലെ തന്നെ പാരമ്പര്യ ആചാരപ്രകാരമുള്ള മീൻ കോവ എഴുന്നള്ളത്ത്. ചെയർമാൻ ബിപിൻ ദാസ് റൈ ആദൂർകുത്ത്, ജനറൽ കൺവീനർ ആർ ഹരീഷ് ചന്ദ്ര ബേരിക്ക, ട്രഷറർ കൃഷ്ണപ്പ കാവുഗോളി, പ്രസിഡന്റ് ദാമോദരൻ കാവുഗോളി, കൺവീനർ എൻ അനിൽകുമാർ, ദിനേശ് ബംബ്രാണ, രഘുകാം റൈ നടുമനെ, ശിവപ്രസാദ് നടുമനെ, KG മനോഹർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM മഞ്ചേശ്വരം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി മുൻ അംഗവും മുൻ KSKTU ഏരിയ സെക്രട്ടറിയും നിലവിൽ CITU ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഫാറൂഖ് ഷിറിയയുടെ നേതൃത്വത്തിലാണ് നേതാക്കളും അനുഭാവികളും കോൺഗ്രസിൽ ചേർന്നതെന്ന് DCC നേതൃത്വം വ്യക്തമാക്കി. DCC പ്രസിഡന്റ് PK ഫൈസൽ പാർട്ടിയിലേക്ക് പുതുതായി എത്തിയവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഫാറൂഖ് ഷിരയുടെ നേതൃത്വത്തിൽ വർഷങ്ങളോളം മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയും ബന്ദിയോട് ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന അഷ്റഫ് മുട്ടം, കുമ്പള ആരിക്കാടി PK നഗർ ബ്രാഞ്ച് സെക്രട്ടറിയും ബംബ്രാണ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ലത്തീഫ് PK നഗർ, ബന്ദിയോട് മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന റിയാസ് ആലക്കോട്, പാർട്ടി മെമ്പറും അനുഭാവികളുമായ D ബഷീർ, ജാവേദ് മുട്ടം, ലത്തീഫ് ഷിറിയ, മുഹമ്മദ് യൂസഫ് ഓണന്ത, ജാഫർ തങ്ങൾ, അബ്ദുള്ള പച്ചമ്പള, മുഹമ്മദ് മെർക്കള എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് DCC പ്രസിഡന്റ് PK ഫൈസൽ ഇവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ചവർക്ക് സംരക്ഷണമൊരുക്കുന്ന CPM നടപടിയിൽ പ്രതിഷേധിച്ചും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നയത്തിൽ ആകൃഷ്ടരുമായാണ് നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ഇന്ന് കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന CPM പാർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും CPM-ന്റെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നത്. മാത്രമല്ല, ഇന്ന് BJP-ക്കെതിരായി, RSS-നെതിരായി, സംഘപരിവാറിനെതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇന്ത്യയിലെ തന്നെ ഏക മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ തീരുമാനിച്ചു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്രയും നേതാക്കൾ മംഗൽപാടി പഞ്ചായത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. DCC ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC സെക്രട്ടറിമാരായ MC പ്രഭാകരൻ, സോമശേഖര ശേണി, M കുഞ്ഞമ്പു നമ്പ്യാർ, ഗീതാകൃഷ്ണൻ, നേതാക്കളായ DMK മുഹമ്മദ്, മഞ്ജുനാഥ ആൾവ, M രാജീവൻ നമ്പ്യാർ, മനാഫ് നുള്ളിപ്പാടി, ലക്ഷ്മണ പ്രഭു, മൻസൂർ കണ്ടത്തിൽ, AK ശശിധരൻ, ഉസ്മാൻ അണങ്കൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM കുമ്പള ഏരിയ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM കുമ്പള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പള ടൗണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അവരെ ആരും കുറ്റപ്പെടുത്തില്ല. അവർക്കെതിരായിട്ട് ഒരു ചാനലും ഒരു വാക്കുച്ചരിക്കില്ല. ഒരു മാധ്യമവും അവർക്കെതിരായിട്ട് ഒരു വരി എഴുതില്ല.
ഔഫിനെ പോലെ, അക്കിനെ പോലെ, മിഥിലാജിനെ പോലെ, അഭിമന്യുവിനെ പോലെ, ധീരജിനെ പോലെ ഈ കേരളത്തിന്റെ ഭാവിക്ക് വാഗ്ദാനമായി മാറുമായിരുന്ന എത്രയെത്ര ചെറുപ്പക്കാരെയാണ് ഈ കാലയളവിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ലീഗിന്റെയും ക്രിമിനൽ സംഘങ്ങൾ കൊലക്കത്തിക്കിരയാക്കിയത്. ജില്ലാ കമ്മിറ്റി അംഗം ഡി സുബ്ബണ്ണ ആൾവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ, KR ജയാനന്ദ, P രഘുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. അറസ്റ്റിലായ മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ കോടതി 20ലേക്ക് മാറ്റി. ഇതിനിടെ തെളിവ് ശേഖരണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ വീണ്ടും അപേക്ഷ നൽകും. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും 596 പവൻ ആഭരണങ്ങൾ കാണാതാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ കോടതി 20ലേക്ക് മാറ്റിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ P വേണുഗോപാലൻ അറിയിച്ചു. 4 പേരും പോലീസ് കസ്റ്റഡിയിലായതിനാൽ കോടതിയിൽ ഹാജരാക്കുവാൻ കഴിയാതെ വന്നതോടെ പ്രതിഭാഗം സമയം നീട്ടി വാങ്ങുകയായിരുന്നു. ബാര മീത്തൽ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞാറോഡ് ബൈത്തുൽ ഫാത്തിമയിൽ PM ഉവൈസ്, ഭാര്യയായ ജിന്നുമ്മയെന്നും മന്ത്രവാദിനിയെന്നും അറിയപ്പെടുന്ന ഷെമീന, മുക്കൂട് ജീലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയ പള്ളിക്കടുത്തെ PM അസ്നിഫ, മധൂർ കൊല്യയിലെ ആയിഷ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് കോടതി 20ലേക്ക് മാറ്റിയത്. നിലവിൽ തെളിവ് ശേഖരണത്തിനായി പ്രതികൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് ഇവരെ ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കാനുള്ളതിനാൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ അപേക്ഷ നൽകുമെന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCRB DYSP KJ ജോൺസൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സം പരിഹരിക്കണമെന്ന ആവശ്യം. നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ സത്യാഗ്രഹം ബുധനാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ നടക്കും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സത്യാഗ്രഹം ബുധനാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോകുന്ന ആംബുലൻസുകൾ പോലും കുരുങ്ങിക്കിടക്കുന്നത് നിത്യകാഴ്ചയാണെന്നും ഇടുങ്ങിയ സർവീസ് റോഡും പലയിടങ്ങളിലും അടിപ്പാതകൾ നിർമ്മിക്കാത്തതുമാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമെന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോലും അടിപ്പാതകൾ നിർമ്മിക്കാത്തതുമൂലം ജനങ്ങൾക്കും വാഹനങ്ങൾക്കും റോഡിനിരുവശങ്ങളിലേക്കും സഞ്ചരിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ പലയിടങ്ങളിലും ഗതാഗത തടസ്സം മൂലം യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആംബുലൻസിന് വരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് 1.5 മീറ്റർ ആഴത്തിലാണ് റോഡ് ഏണി വെച്ചിട്ട് കടയ്ക്ക് കയറണം. ആ അവസ്ഥയാണ് ഉള്ളത്. എന്നതുപോലെ തന്നെയാണ് ഈ KSTP റോഡ് ഈ ചന്ദ്രഗിരി പാലം മുതൽ കാഞ്ഞങ്ങാട് വരെ ഇതേപോലെ കുണ്ടും കുഴിയും ആയിട്ട് വളരെയധികം പ്രത്യേകിച്ചിട്ട് ഇരുചക്ര വാഹനക്കാർക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ 15-ാം തീയതി കലക്ടറേറ്റ് പഠിക്കുക ഒരു ധർണാ സമരം നടത്തുകയാണ്. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സലീം റാവുത്തർ, വൈസ് പ്രസിഡന്റ് ഉഗ്ലു ബഷീർ, സെക്രട്ടറി മൂസക്കുഞ്ഞി, ഷമീർ ചേരഗൈ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ലോക്കൽ കമ്മിറ്റി അംഗം CM ബഷീറിനെതിരെയുണ്ടായ ഭീഷണിയിൽ പ്രതിഷേധിച്ച് CPM മധൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് ഏരിയ കമ്മിറ്റി അംഗം MK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മധൂർ ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ CM ബഷീറിനെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് BJP ഭരണസമിതി താൽക്കാലികമായി നിയമനം നൽകിയ ഡ്രൈവർ സന്ദീപ് ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഉളിയത്തടുകയിൽ പ്രകടനം നടത്തി. പാവങ്ങളുടെ സ്വപ്നത്തെ
തിങ്കളാഴ്ച മധൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി യോഗം നടക്കുകയായിരുന്നു. യോഗത്തിൽ ബഹളമുണ്ടായതിനെ തുടർന്ന് ഡ്രൈവർ യോഗം നടന്ന 1-ാം നിലയിലെ ഹാളിന്റെ വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചുവെന്നും ഇത് പഞ്ചായത്ത് അംഗം തടഞ്ഞതാണ് ഭീഷണിപ്പെടുത്താനിടയാക്കിയതെന്നും പറയുന്നു. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി, കാസർഗോഡ് ടൗൺ പോലീസ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പഞ്ചായത്ത് അംഗം പരാതി നൽകിയിട്ടുമുണ്ട്. പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം MK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പണിക്ക് പോകാതെ പഞ്ചായത്തിനകത്ത് ഒരു വീടിന്റെ സ്വപ്നവുമായി വരുമ്പോൾ നീതി പാസ്സായിട്ടില്ല, അതുപോലെ തന്നെ പൈസ വന്നിട്ടില്ല, ആ കള്ളം പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്ന സ്ഥിതി. ഇന്ന് അത് പണം വന്നിട്ടുണ്ട്, പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്, ഇവര് പലതും വകമാറ്റി ചെലവായിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഉദയൻ ഉൾപ്പെടെ, ബഷീർ ഉൾപ്പെടെ, ജല്ലു ഉൾപ്പെടെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ അകത്ത് ഈ ഡെയിലി വേജസിന് ഡ്രൈവറും അതുപോലെ തന്നെ കുറെ കോപ്രായങ്ങള് ഈ പഞ്ചായത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ നിങ്ങൾ പോകുമ്പോൾ കാണുന്നുണ്ടാവും, ഈ പഞ്ചായത്തിനകത്ത് പോകുമ്പോൾ ചില ഗുണ്ടകൾ ഈ പഞ്ചായത്തിന്റെ ഓരോ മൂലയിലും നിന്ന് ഇതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് അവരാണ്. ആ ഒരു ഗുണ്ട ഇന്ന് അത് ചോദ്യം ചെയ്യുമ്പോൾ ബഷീറിനെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഓളിന്റെ വാതിലടക്കുകയും ചെയ്തതാണ് ഇന്നുള്ള സംഭവം. ഭുജംഗ് ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം A രവീന്ദ്രൻ, C ഉദയകുമാർ, അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. മധൂർ ലോക്കൽ സെക്രട്ടറി K ജയചന്ദ്രൻ, അശോക മധൂർ, PC ജയചന്ദ്രൻ, KP വിജയദ്രൻ, CM ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭക്തിയും കൗതുകവും നിറച്ച് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടി. അടുക്കത്ത് ബയൽ മോഹൻ പൂജാരിയുടെ വീട്ടിലാണ് കാസർഗോഡ് തന്നെ ആദ്യമായി ഗന്ധർവൻ, ഗുഹ്യകൻ, മണിഭദ്രൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയത്. കാസർഗോഡ് അടുക്കത്ത് ബയൽ ഗോളിത്തടി മോഹൻ പൂജാരിയുടെ കൊട്രച്ചാൽ വീട്ടിലാണ് കാസർഗോട്ടുകാർ ആരാധിച്ചു വരുന്ന ഗന്ധർവ തെയ്യക്കോലം കെട്ടിയാടിയത്. കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം കെട്ടി ആരാധിക്കുന്ന ഗന്ധർവൻ, ഗുഹ്യകൻ, മണിഭദ്രൻ എന്നീ തെയ്യക്കോലങ്ങൾ കാസർഗോഡ് നിവാസികൾക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് ഇവിടെയാണ്. ഗന്ധർവദേവനെക്കുറിച്ചുള്ള പുരാണമനുസരിച്ച് അളകാപുരിയിൽ കുബേരന്റെ ദാസനായി ആകാശത്ത് കൊട്ടാരം വഹിക്കുന്നയാളാണ് ഗുഹ്യകൻ. കൂടാതെ ദേവന്മാർ ബ്രഹ്മാവിനൊപ്പം കുബേരന് നൽകിയ സമ്പത്ത് കാക്കുന്നവരാണ് മണിഭദ്ര. സമ്പത്ത്, സന്തതി, രോഗശമനം എന്നിവയ്ക്കായി ജനങ്ങൾ കോലത്തിലൂടെ ദേവരൂപത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോരുന്നു. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ കുബേര രാജകൊട്ടാരത്തിലെ അവരെ ആ രാജസന്നിധിയിൽ കുബേരൻ്റെ സന്തോഷത്തിന് വേണ്ടി ആടാനും പാടാനും അതുപോലെ തന്നെ മറ്റ് ഉള്ള രാജ അംഗങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ലാസ്യമാണ്, സ്ത്രൈണഭാവത്തിലാണ്. കാമം അതുപോലെ തന്നെ മറ്റുള്ളതായ വികാരങ്ങൾ എല്ലാം ഇതിനകത്ത് കൂടുതലുണ്ടാകും. പിന്നെ മദ്യസേവ ചെയ്യലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളാണ് ഗന്ധർവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള രണ്ട് ഒരു ഭൂതഗണങ്ങൾ എന്ന രീതിയിൽ കാണുന്നവരാണ് ഈ ഗുഹ്യകനും അതുപോലെ തന്നെ മണിഭദ്രനും. നിരവധി പേരാണ് തെയ്യക്കോലം വീക്ഷിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുംഭൂൽ മഖാം ഉറൂസ് 16 മുതൽ 26 വരെ വിവിധ പരിപാടികളോട് നടക്കും. 10 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്യങ്ങളും പ്രഭാഷകരും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സംബന്ധിക്കും. ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മഖാം സിയാറത്തിനു ശേഷം ഉറൂസ് കമ്മിറ്റി ചെയർമാൻ M അബ്ബാസ് പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും. രാത്രി 8 മണിക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ സാദത്തുകളും പണ്ഡിതന്മാരും മതപ്രഭാഷണ പരിപാടികളിൽ സംബന്ധിക്കും.
വിവിധ ദിവസങ്ങളിൽ മജ്ലിസുന്നൂർ മദനിയം, ഇഷ്കെ റസൂൽ എന്നീ ആത്മീയ സദസ്സുകൾ എന്നിവയും, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ ബോധവൽക്കരണം, മഹല്ല് പ്രതിനിധി സംഗമം, വിദ്യാർത്ഥി യുവജന സംഗമം, വനിതാ സംഗമം, ചരിത്ര സെമിനാർ, കുമ്പോൽ ഉസ്താദ് PA അഹമ്മദ് മുസ്ലിയാർ അനുസ്മരണം, ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ബുർദ പാരായണ മത്സരം, പ്രവാസി സംഗമം, ഹിഫ്ള് സന്നദ്ധാനം എന്നിവയും ഉറൂസിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് PK മുസ്തഫ ഹാജി, ജനറൽ സെക്രട്ടറി A മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ഹുസൈൻ ദർവേഷ്, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ M അബ്ബാസ്, ജനറൽ കൺവീനർ KP ഷാഹുൽ ഹമീദ്, ട്രഷറർ മുഹമ്മദ് ഹാജി കോരിക്കണ്ടം, BA റഹ്മാൻ ആരിക്കാടി, അഷ്റഫ് സാദി, AK ആരിഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അലൈവ് തൃക്കരിപ്പൂർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് പദ്ധതി നടപ്പാക്കുന്നതിന് തുടക്കമായി. 11ാം വാർഷികാഘോഷ ഭാഗമായാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ മരിച്ചാൽ ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും അവരുടെ കുടുംബത്തിന് ലഭ്യമാക്കുന്ന തരത്തിൽ പദ്ധതി ആരംഭിച്ചത്. 200 പേരുൾപ്പെടുന്ന പുരുഷ വാട്സാപ്പ് കൂട്ടായ്മയിൽ നാട്ടിലുള്ളവരും US, യൂറോപ്പ്, ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിദേശത്തുള്ളവരുമായ തൃക്കരിപ്പൂർ സ്വദേശികളാണുള്ളത്. അംഗങ്ങളായവരിൽ ഒരാൾ മരിച്ചാൽ 200 പേർ 1111 രൂപ കുടുംബത്തിലുള്ളവർക്ക് ഗ്രൂപ്പ് വഴി നൽകുന്ന തരത്തിലാണ് ഫാമിലി സപ്പോർട്ട് പദ്ധതിയുടെ ക്രമീകരണം. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി മറ്റ് കൂട്ടായ്മകൾ കൂടി നടപ്പിൽ വരുത്തുന്നതിനായാണ് പൊതുസമൂഹത്തിലേക്ക് വിവരങ്ങൾ നൽകുന്നതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം 200ഓളം മെമ്പർമാരുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആളുകളും 1111 രൂപ വീതം കളക്ട് ചെയ്ത് ആ ഫാമിലിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഞങ്ങൾ അലൈവ് ഫാമിലി സപ്പോർട്ട് സ്കീം എന്നുള്ള പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 11 വർഷത്തിനിടയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷത്തിൽ പരം രൂപ സ്വരൂപിച്ച് നൽകിയതായും അവർ പറഞ്ഞു. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. 11ാം വാർഷിക ഭാഗമായി സോഷ്യൽ മീഡിയ, അന്താക്ഷരി, സിംഗ് എ സോങ് തുടങ്ങി നിരവധി പരിപാടികൾ നടത്തിവരുന്നതായും ചീഫ് അഡ്മിൻ C സലാം, അഡ്മിൻമാരായ NKP ഷാഹുൽ ഹമീദ്, MTP ജമാൽ, NA മുനീർ, NA ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിക്കുന്ന കേരള സംഗീത നാടക അക്കാദമി അമേച്വർ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 17 മുതൽ 22 വരെ നടക്കാവ് നെരൂദ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉത്തരമേഖല അമേച്വർ നാടക മത്സരത്തിൽ 6 നാടകങ്ങൾ അരങ്ങിലെത്തും. രംഗപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രാചീന രൂപമായി നിലനിൽക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തെ എല്ലാ കലാസങ്കേതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സൗന്ദര്യപരമായ സമഗ്രത അമേച്വർ രംഗവേദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാടകാസ്വാദകരും ഏറെയാണ്. കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്വർ നാടക മത്സരം ജനുവരി 17 മുതൽ 22 വരെ നടക്കാവ് നെരൂദ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറുക. 17 വൈകുന്നേരം 5 ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരിക്കും. എല്ലാ ദിവസവും രാത്രി 7 നാടകങ്ങൾ അരങ്ങിലെത്തും. ജനുവരി 18 നാടക ഗാനസന്ധ്യ നടക്കും. 20 സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, ഗായകൻ M ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 22 നടക്കുന്ന സമാപന സമ്മേളനം സിനിമാ നടനും സംഗീത നാടക അക്കാദമി അംഗവുമായ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. 6 നാടകങ്ങളെയും ആസ്പദമാക്കി ചർച്ചയും നടക്കും. നാടക മത്സരം വിളംബരപ്പെടുത്തി ജനുവരി 16 വൈകുന്നേരം തങ്കയംമുക്കിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. രണ്ടാമത്തെ ദിവസം മുണ്ടയുടെ പ്രേതം അവതരണം പ്രീതി കലാനിലയം, അത് വടകര. 3-ാം ദിവസം 19 ഒരു പാലസ്തീൻ കോമാളി എന്ന നാടകമാണ്, അത് മാഹി നാടകപ്പുരയാണ് അവതരിപ്പിക്കുന്നത്. 20-ാം തീയതി 4-ാമത്തെ ദിവസം ഗദ്ദിക, ആ നാടകം അവതരിപ്പിക്കുന്നത് റിമംബറൻസ് തിയേറ്റർ, ബേപ്പൂര്, കോഴിക്കോടാണ്. സംഘാടക സമിതി ചെയർമാൻ ഉദനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ C മുരളി, പ്രോഗ്രാം ചെയർമാൻ P സനൽ, TV രവി, KV രൂപേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു.
വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടക ഇനത്തിൽ ഏർപ്പെടുത്തിയ 18% അധിക GST പിൻവലിക്കുക. ഓൺലൈൻ സ്ഥാപനങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഫോട്ടോ പ്രിന്റ് ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുക. ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം അവസാനിപ്പിക്കുക. ഫോട്ടോ സ്റ്റുഡിയോകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിക്കാൻ വകയില്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ധർണ നിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. ഇപ്പൊ പ്രധാനമായും ഇവിടെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ MLA-മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുക എന്നതാണ്. ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നത് പഴയ കാലത്താണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരായ അല്ലെങ്കിൽ അറിയാവുന്ന ചില ആളുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്നിപ്പോ ഞങ്ങൾ ഏത് കല്യാണത്തിന് പോയാലോ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 18ഉം 19ഉം ഒക്കെ വയസ്സ് പ്രായമുള്ള കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ മൊബൈലുമായി വരും. അവർക്ക് അഡ്രസ് ഉണ്ടാവുകയില്ല, അവർക്ക് സ്റ്റുഡിയോ ഉണ്ടാവുകയില്ല. AKPA ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ നിരിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ സുനിൽകുമാർ PT നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കളാട്ടുകുഴി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി, സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, സംസ്ഥാന വനിതാ വിംഗ് കോർഡിനേറ്റർ പ്രശാന്ത് തൈക്കടപ്പുറം തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കൺവെൻഷൻ മേലാങ്കോട്ട് നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ട്രഷറർ TV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കൺവെൻഷൻ മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ ട്രഷറർ TV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കുറേ കാലമായി രാജ്യം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഫ്യൂഡൽ സമ്പ്രദായത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയെ പുറകോട്ട് നയിക്കുന്ന BJP-യുടെ RSS-ന്റെ മുന്നണി രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നേടുകയും വലിയ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടും ആ ഭരണകൂടത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതിസന്ധി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഭരണകൂടത്തെ BJP RSS തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M പൊക്ലൻ, CH കുഞ്ഞമ്പു, UK പവിത്രൻ എന്നിവർ സംസാരിച്ചു. P രാഘവൻ പ്രവർത്തന റിപ്പോർട്ടും, വിനീഷ് ഞാണിക്കടവ് വരവ് ചെലവ് കണക്കുകളും, ദിനേശൻ രക്തസാക്ഷി പ്രമേയവും, ശശിധരൻ A അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെരുമ്പ പെരിയാട്ടടുക്കത്ത് റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതി പ്രക്ഷോഭ രംഗത്ത്. കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. 3 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. പെരുങ്കളിയാട്ട ഉത്സവ നിറവിൽ ആദൂർ. CPM മഞ്ചേശ്വരം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. പുതുതായി പാർട്ടിയിലെത്തിയവർക്ക് DCC ഓഫീസിൽ സ്വീകരണം. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ കോടതി 20ലേക്ക് മാറ്റി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സം പരിഹരിക്കണമെന്നാവശ്യം. നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ സത്യാഗ്രഹം ബുധനാഴ്ച. മധൂർ ലോക്കൽ കമ്മിറ്റി അംഗം CM ബഷീറിനെതിരെയുണ്ടായ ഭീഷണിയിൽ പ്രതിഷേധം. മധൂർ ലോക്കൽ കമ്മിറ്റി ഉളിയത്തെടുകയിൽ പ്രകടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.